കേരള ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാരാണ് ഇത് മുഴുവൻ പരിശോധിച്ചത്. ഇലക്ടറൽ ഓഫീസർ എന്ന് പറയുന്നത് ജില്ലാ കളക്ടറാണ്. അപ്പോൾ അവർ പരിശോധിച്ചതിന് ശേഷം ആർക്കും ആക്ഷേപം ഇല്ലെങ്കിൽ, മാത്രമല്ല വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം വോട്ടർ പട്ടിക പരസ്യമായിട്ടാണ് പ്രസിദ്ധീകരിക്കുന്നത്. വോട്ടർ പട്ടിക സ്വകാര്യമായിട്ട് വെക്കുന്നതല്ല. വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം ആർക്കെങ്കിലും പരാതി ഉണ്ടായിരുന്നുവെങ്കിൽ ആ പ്രദേശത്തെ ആൾക്കാർ പറയണമായിരുന്നു, അല്ലെങ്കിൽ ആ പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ആൾക്കാർ പറയണം, ആർക്ക് വേണേൽ പറയാമായിരുന്നു. ഇതാരും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ സുരേഷ് ഗോപി ജയിച്ചത് ഇങ്ങനെ എന്താ, ഒരു 11 ആളുടെ പേരാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഏതോ പത്രങ്ങളിൽ കണ്ടത്. 75,000 വോട്ടിന് ജയിച്ച ആൾ ഇനി 11 പേര് കള്ള വോട്ടാണെന്ന് തന്നെ ഇരിക്കട്ടെ, അദ്ദേഹത്തിൻ്റെ ജയം ഇല്ലാതാവില്ലല്ലോ. അപ്പോൾ ഈ രാഹുൽ ഗാന്ധിയും സംഘവും ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത തകർക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമം, ആ ശ്രമമാണ് ഇപ്പോൾ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ ഭരണഘടനാ സ്ഥാപനമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിനു മുൻപ് 25 തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ പ്രധാനമന്ത്രിമാരാണ് നിയോഗിച്ചത്. അന്നൊന്നും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ വിശ്വാസ്യതയെക്കുറിച്ച് ആർക്കും സംശയമില്ലായിരുന്നല്ലോ. BJP 2 സീറ്റ് മാത്രം കിട്ടിയിട്ട് പരാജയപ്പെട്ടപ്പോഴും BJP ഒരിക്കലും തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ വിശ്വാസ്യതയെക്കുറിച്ച് ചോദ്യം ഉന്നയിച്ചിട്ടില്ല. ഇവിടെ കോൺഗ്രസ് 3 തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായിട്ട് പരാജയപ്പെടുമ്പോൾ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത അടക്കം ചോദ്യം ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയെയും രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെയും അടക്കം ചോദ്യം ചെയ്യുന്ന ഒരു സമീപനത്തിലേക്കാണ് കോൺഗ്രസ് പോകുന്നത്. വളരെ അപകടകരമായിട്ടുള്ളൊരു കളിയിലേക്കാണ് കോൺഗ്രസ് പോകുന്നത്. അത് രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിയും, എനിക്ക് യാതൊരു സംശയമില്ല അക്കാര്യത്തിൽ. ഇപ്പോൾ മഹാദേവ്പുരയെക്കുറിച്ച് പറയുന്ന ആളുകൾ മഹാരാഷ്ട്രയിൽ ധുലിയെക്കുറിച്ച് എന്താ പറയാത്തത്? 6 ലോക്സഭ 6 അസംബ്ലി സീറ്റിൽ 5 സീറ്റിൽ BJPക്ക് 1,90,000 വോട്ടിൻ്റെ ലീഡ്. 6ാമത്തെ സീറ്റ് എണ്ണിയപ്പോൾ 1,94,000 വോട്ടിൻ്റെ ലീഡ് അവിടെ കോൺഗ്രസിന്. 4,000 വോട്ടിന് കോൺഗ്രസ് ജയിച്ചു. BJPക്ക് പറയാമല്ലോ അവിടെ കള്ളവോട്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രക്രിയയുണ്ട്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് പരാതി ഉണ്ടെങ്കിൽ സത്യവാങ്മൂലം കൊടുക്കുക. പത്രസമ്മേളനത്തിൽ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുക്കണം എന്നൊക്കെ പറയുന്നത് രാജ്യത്ത് മറ്റാർക്കും ബാധകമല്ലാത്ത നിയമം രാഹുൽ ഗാന്ധിക്ക് ബാധകമാക്കണം എന്നാണ്. രാഹുൽ ഗാന്ധി ഈ രാജ്യത്തെ ഒരു പൗരനാണെങ്കിൽ